നമസ്കാരം. ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സുജിത് സുരേന്ദ്രൻ. പ്രധാന വാർത്തകൾ. എംപിക്കെതിരെ MLA വികസന യോഗത്തിന്റെ സമയം NK പ്രേമചന്ദ്രൻ MP തീരുമാനിച്ചത് തന്നിഷ്ടപ്രകാരമെന്ന് പുനലൂർ MLA അഡ്വക്കേറ്റ് K രാജു. മാണിയുടെ രാജി ആവശ്യം ശക്തം. പുനലൂരിൽ BJP പ്രവർത്തകരുടെ പന്തം കൊളുത്തി പ്രകടനം. നിയമം കാറ്റിൽ പറത്തി കച്ചിലോറികൾ അതിർത്തി കടക്കുന്നു. നിയമലംഘനത്തിന് കുടപിടിക്കുന്നത് നിയമപാലകർ തന്നെ. ലൈവ് വാർത്ത എക്സ്ക്ലൂസീവ്. വാർത്തകൾ വിശദമായി. കൊല്ലം MP NK പ്രേമചന്ദ്രനെതിരെ അഡ്വക്കേറ്റ് K രാജു MLA. തെന്മലയിലെ വികസന യോഗത്തിന്റെ സമയക്രമം തന്നിഷ്ടപ്രകാരം മാറ്റിയ നടപടിയെയും അലൈമൺ പഞ്ചായത്തിനെ സെൻസർ ആദർശ് പഞ്ചായത്തായി പ്രഖ്യാപിച്ചതിനെയും ചോദ്യം ചെയ്താണ് MLA MPക്കെതിരെ രംഗത്ത് വന്നത്. വെള്ളിയാഴ്ച തെന്മലയിൽ ചേർന്ന യോഗത്തിലാണ് MPയുടെ നടപടികളെ പുനലൂർ MLA അഡ്വക്കേറ്റ് K രാജു രൂക്ഷമായി വിമർശിച്ചത്. ബന്ധപ്പെട്ടവരുടെ യോഗം 23/1/2015 രാവിലെ 11 മണിക്ക് വിളിച്ചു ചേർക്കാൻ താല്പര്യപ്പെടും. ഇതാണ് ബഹുമാനപ്പെട്ട MPയുടെ ഒരു കണക്ക്. ഞാൻ എല്ലാ ബഹുമാനവും MPയോട് പുലർത്തിക്കൊണ്ടും കളക്ടറോട് പുലർത്തിക്കൊണ്ടും പറയുകയാണ്. ഇത്തരം ഒരു കത്തിന്റെ അടിസ്ഥാനത്തിൽ യോഗം വേണമെങ്കിൽ MPയുടെ സൗകര്യത്തിൽ അങ്ങനെയാണ് ചേംബറിലോ മറ്റു വിളിക്കാം. എന്നാൽ ഇതിനകത്ത് ഞങ്ങൾ എല്ലാവരും കൂടെ പങ്കെടുക്കുന്ന യോഗമാണെങ്കിൽ തീർച്ചയായും MP തന്നെ കത്തിൽ പറയുന്നു 21 രാവിലെ 11 മണിക്ക് വിളിക്കണം. അങ്ങനെ ഒരു യോഗം അദ്ദേഹം വിളിക്കുന്നു എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ അന്നേരം തന്നെ വിളിക്കണം എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ബാക്കിയുള്ളവർക്ക് എന്ത് സൗകര്യം ഉണ്ടെങ്കിലും അന്ന് വിളിക്കണം എന്നുള്ളതാണ്. ഒരു പാർലമെന്റ് മെമ്പറുടെ കത്തിനെ പ്രതികരിച്ചുകൊണ്ട് കളക്ടർ യോഗം വിളിക്കുന്നതിനൊന്നും ഞാൻ എതിരല്ല. വികസന പ്രവർത്തനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കത്ത് MP കൊടുക്കുന്നതിനെതിരല്ല. പക്ഷേ അത് 21 രാവിലെ 11 മണിക്ക് തന്നെ ആയിരിക്കണം എന്ന് മുൻകൂട്ടി തീരുമാനിച്ചാൽ എങ്ങനെയാണ്? 23 അത് MP തരുന്ന കത്തിന്റെ അടിസ്ഥാനത്തിൽ കളക്ടർ ഞങ്ങളുമായിട്ടുള്ള ബന്ധപ്പെട്ടതിന് ശേഷം എല്ലാവർക്കും സൗകര്യപ്രദമായിട്ടുള്ള ഒരു ഡേറ്റ്, MPയുടെ ഡേറ്റിന് പ്രാമുഖ്യം കൊടുത്തുകൊണ്ട് ഒരു ഡേറ്റ് നിശ്ചയിക്കുന്നുള്ളതല്ലാതെ ഇങ്ങനെ വന്നാൽ ഇതുപോലെ ഒരു യോഗം നേരത്തെയും വിളിച്ചു. MPയുടെ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് കളക്ടർ യോഗം വിളിച്ചു ചേർത്തത്. 23 തീയതി 11 മണിക്ക് യോഗം ചേരണമെന്നായിരുന്നു MP നൽകിയ കത്തിൽ പറഞ്ഞിരുന്നത്. മറ്റാരോടും ആലോചിക്കാതെ ഇത്തരത്തിൽ തീയതി തീരുമാനിച്ചത് ശരിയായില്ലെന്ന് MLA യോഗത്തിൽ കുറ്റപ്പെടുത്തി. അലൈമൺ പഞ്ചായത്തിനെ സെൻസർ ആദർശ് പഞ്ചായത്തായി പ്രഖ്യാപിച്ച നടപടി ശരിയായില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഈ കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ തെന്മല, ആര്യങ്കാവ്, കുളത്തൂപ്പുഴ എന്നീ പഞ്ചായത്തുകൾ ഏറ്റവും പിന്നോക്കമാണെന്ന് ഇരിക്കെ ഏറ്റവും ഡെവലപ്ഡ് എന്ന് പറയുന്നില്ല, പൊതുവിൽ സമ്പദ് വിശേഷിച്ചുള്ളവരെല്ലാം താമസിക്കുന്ന അലൈമൺ പഞ്ചായത്ത് സെൻസർ ആദർശ പഞ്ചായത്തായി തീരുമാനിച്ചത് കറക്റ്റ് ചെയ്യണമെന്നാണ് ബഹുമാനപ്പെട്ട കളക്ടറോട് എനിക്ക് പറയുന്നത്. പിന്നോക്കം നിൽക്കുന്ന പഞ്ചായത്തുകളാണ് ആര്യങ്കാവ്, തെന്മല, കുളത്തൂപ്പുഴ എന്നിവ. ഇവയിലൊന്നിനെയായിരുന്നു സെൻസർ ആദർശ് പഞ്ചായത്തായി പ്രഖ്യാപിക്കേണ്ടിയിരുന്നത്. അതേസമയം എല്ലാ അർത്ഥത്തിലും മുന്നോക്കം നിൽക്കുന്ന പഞ്ചായത്താണ് അലൈമൺ ഗ്രാമപഞ്ചായത്ത്. ഈ പഞ്ചായത്തിന് സെൻസർ ആദർശ് പദവി നൽകിയ MPയുടെ നടപടി പുനർപരിശോധിക്കണമെന്നും MLA ആവശ്യപ്പെട്ടു. ലൈവ് വാർത്ത ആര്യങ്കാവ്. പുനലൂർ താലൂക്ക് റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പുനലൂർ താലൂക്ക് രൂപീകൃതമായ ശേഷമുള്ള ആദ്യ റിപ്പബ്ലിക് ദിനാഘോഷമെന്ന പ്രത്യേകതയാണ് ഇക്കുറി. 26 രാവിലെ 8:30 പുനലൂർ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുനലൂർ MLA അഡ്വക്കേറ്റ് K രാജു ദേശീയ പതാക ഉയർത്തും. പോലീസ്, എക്സൈസ്, വനം, ഫയർഫോഴ്സ്, NCC, സ്കൌട്ട്, സ്റ്റുഡന്റ് പോലീസ്, ജൂനിയർ റെഡ് ക്രോസ് എന്നിവർ പതാക വന്ദനം നടത്തും. അലങ്കരിച്ച വാഹനങ്ങളുടെയും മുത്തുകുട, ചെണ്ടമേളം, തെയ്യം, തിറ, നാടൻ കലാരൂപങ്ങൾ, നിശ്ചല ദൃശ്യങ്ങൾ എന്നിവയുടെയും അകമ്പടിയോടെ ഹൈസ്കൂൾ ഗ്രൌണ്ടിൽ നിന്ന് ആരംഭിക്കുന്ന റിപ്പബ്ലിക് ദിന ഘോഷയാത്ര സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ സമാപിക്കും. തുടർന്ന് തഹസിൽദാർ B ശശികുമാറിന്റെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗം MP NK പ്രേമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. റിപ്പബ്ലിക് ദിന ഘോഷയാത്രയിൽ പങ്കെടുക്കേണ്ടുന്ന കലാപരിപാടികളെല്ലാം തന്നെ ബുക്ക് ചെയ്യപ്പെട്ടു. എല്ലാ സ്കൂളുകളും, പുനലൂർ താലൂക്കിൻ്റെ പരിധിയിൽ വരുന്ന ഒട്ടുമിക്ക സ്കൂളുകളിലും, കഴിഞ്ഞ വർഷം പങ്കെടുത്ത എല്ലാ സ്കൂളുകളിലും, അതിലുപരിയായി പുതുതായി പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന സ്കൂളുകളിലും നമ്മൾ സ്കൂളുകളുമായി ബന്ധപ്പെടുകയും അവർക്ക് അതിന് വേണ്ടുന്ന സഹായങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. എല്ലാ സ്കൂളുകളിൽ നിന്നും കഴിഞ്ഞ വർഷത്തിൽ നിന്നും കൂടുതൽ പാർട്ടിസിപ്പേഷൻ ഈ വർഷം ഉണ്ടാകും. കൂടാതെ പോലീസ്, ഫയർഫോഴ്സ്, എക്സൈസ്, ഫോറസ്റ്റ്, NCC, സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ്, സ്റ്റുഡൻസ് പോലീസ് ഈ മേഖലകളിൽ നിന്നെല്ലാം തന്നെ നല്ല ഒരു പ്രാതിനിധ്യം ഈ വർഷം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. വാർത്താ സമ്മേളനത്തിൽ തഹസിൽദാർ B ശശികുമാർ, B രാധാമണി, വിളയിൽ സഫീർ, വിഷ്ണുദേവ് V, ഐക്കര ബാബു തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ.
പത്തനാപുരം നിയോജക മണ്ഡലത്തിലെ വിവിധ ഗ്രാമപഞ്ചായത്തുകളുടെ നേതൃത്വത്തിലുള്ള റിപ്പബ്ലിക് ദിനാഘോഷം വിജയമാക്കുവാൻ എല്ലാവരും ഒത്തൊരുമിച്ച് സഹകരിക്കണമെന്ന് പത്തനാപുരം MLA KB ഗണേഷ് കുമാർ ലൈവ് വാർത്തയ്ക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് MLA ഇക്കാര്യം ആവശ്യപ്പെട്ടത്. നമ്മുടെ നാടിന്റെ റിപ്പബ്ലിക് ദിനാഘോഷമാണ്. ആ ആഘോഷം ഗംഭീരമായി കൊണ്ടാടേണ്ടത് ഓരോ ഇന്ത്യൻ പൗരന്റെയും അവകാശമാണ്, ആവശ്യമാണ്, ചുമതലയാണ്. തീർച്ചയായിട്ടും നമ്മുടെ രാജ്യം വളരെയധികം പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുന്ന ഒരു കാലഘട്ടമാണ്. സഹജീവികളുടെ നന്മ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് നമ്മുടെ രാജ്യത്തെയും നമ്മുടെ പ്രകൃതിയെയും സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു നല്ല ഭാരതം എന്ന ലക്ഷ്യത്തോടെ ഈ റിപ്പബ്ലിക് ദിനാഘോഷത്തെ നമുക്ക് വരവേൽക്കാം. പത്തനാപുരത്ത് ഗംഭീരമായ റിപ്പബ്ലിക് ദിനാഘോഷം പഞ്ചായത്ത് നമ്മുടെ താലൂക്കായി മാറിയതിനു ശേഷമുള്ള ആദ്യത്തെ ദിനാഘോഷം പത്തനാപുരം പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നു. ഈ ആഘോഷത്തിൽ എല്ലാ പൗരാവലികളും സ്നേഹത്തോടെ നല്ല നിലയിൽ പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പത്തനാപുരം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ മുഴുവൻ ദേശസ്നേഹികളും പങ്കെടുക്കണമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M. ഫാത്തിമ ഖാൻ പത്തനാപുരം പ്രസ് ക്ലബ്ബിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം ആവശ്യപ്പെട്ടത്. ജനുവരി 26 രാവിലെ 8 മണിക്ക് നടക്കുന്ന പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിൽ നിന്ന് ആരംഭിക്കുന്ന റിപ്പബ്ലിക് ദിന റാലി കല്ലുംകടവിൽ സമാപിക്കുകയാണ്. നമ്മുടെ പഞ്ചായത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ബിസിനസ് അസോസിയേഷനുകൾ, വ്യാപാരി വ്യവസായികൾ, വിവിധ സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാവരും റിപ്പബ്ലിക് ദിനാഘോഷത്തെ വരവേൽക്കുന്നതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പത്തനാപുരത്ത് പൂർത്തിയായതായി പ്രോഗ്രാം കമ്മിറ്റിയുടെ ചെയർമാൻ ഹരിപ്രകാശും ജനറൽ കൺവീനർ പ്രദീപ് ഗുരുകുലവും വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സമ്പൂർണ്ണ വിജയത്തിനു വേണ്ടി ഈ നാട്ടിലെ എല്ലാ രാജ്യസ്നേഹികളും ജനാധിപത്യ വിശ്വാസികളും സഹകരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. പത്തനാപുരം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മുൻകാലങ്ങളിൽ നടന്നിട്ടുള്ള റിപ്പബ്ലിക് ദിന ആഘോഷ പരിപാടി പത്തനാപുരത്തെ ദേശസ്നേഹികൾ വൻ വിജയമാക്കിയ ഒരു ചരിത്രമാണ് പത്തനാപുരത്തിനുള്ളത്. റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഭാഗമായുള്ള ഘോഷയാത്രയുടെ ക്രമീകരണങ്ങൾ ചെയർമാൻ P. ഉസ്മാൻ സാഹിബും കൺവീനർ M. ഷെരീഫും വിശദീകരിച്ചു. പത്തനാപുരം പ്രസ് ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M. ഫാത്തിമ ഖാൻ, ചെയർമാൻ ഹരിപ്രകാശ്, ജനറൽ കൺവീനർ പ്രദീപ് ഗുരുകുലം, ഘോഷയാത്ര കമ്മിറ്റി ഭാരവാഹികളായ ഉസ്മാൻ സാഹിബ്, M. ഷെരീഫ്, P. J. ഷാനവാസ് എന്നിവർ പങ്കെടുത്തു. ലൈവ് വാർത്ത പത്തനാപുരം. തെന്മല ഗ്രാമപഞ്ചായത്തിൽ റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. റിപ്പബ്ലിക് ദിനാഘോഷം മലയോര മേഖലയുടെ ഉത്സവമാക്കാനാണ് ഭാരവാഹികളുടെ തീരുമാനം. ജനുവരി 26 തിങ്കളാഴ്ച രാവിലെ 8:30 വർണ്ണാഭമായ ഘോഷയാത്രയും 10:30 സാംസ്കാരിക സമ്മേളനവും നടക്കും. ഘോഷയാത്രയിൽ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഗവൺമെന്റ് സ്ഥാപനങ്ങൾ, സാംസ്കാരിക സന്നദ്ധ സംഘടനകൾ, കുടുംബശ്രീ യൂണിറ്റുകൾ, വ്യാപാരി വ്യവസായികൾ, ഓട്ടോ ടാക്സി തൊഴിലാളികൾ തുടങ്ങി സമൂഹത്തിലെ മുഴുവൻ മേഖലകളിലെയും ജനങ്ങൾ പങ്കെടുക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. പൊതുസമ്മേളനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. ശശിധരൻ ഉദ്ഘാടനം ചെയ്യും. പോയ വർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി റോളർ സ്കേറ്റിംഗും വനം, ഇക്കോ ടൂറിസം വകുപ്പുകളുടെ ഫ്ലോട്ടുകളും ഘോഷയാത്രയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് ആഘോഷ കമ്മിറ്റി ചെയർമാൻ V. M. സലീം പറഞ്ഞു. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് നമ്മൾ റോളർ സ്കേറ്റിംഗ് സംഘാടകരുടെ മുന്നിൽ റോളർ സ്കേറ്റിംഗ് പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇക്കോ ടൂറിസത്തിൻ്റെ ഫ്ലോട്ട്, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫ്ലോട്ട്, EITയുടെ കുട്ടികൾ അവതരിപ്പിക്കുന്ന 15 മിനിറ്റ് ദൈർഘ്യമുള്ള ഡാൻസ് പരിപാടികൾ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും നല്ല ഘോഷയാത്രയാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. കഴിഞ്ഞ വർഷം വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച B. ദേവരാജൻ നായർ, അഞ്ജല ശാന്തകുമാർ, J. അലീഷ, B. ഷമീർ എന്നിവരെ പൊതുസമ്മേളനത്തിൽ ആദരിക്കും. വാർത്താ സമ്മേളനത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. ശശിധരൻ, V. M. സലീം, CPI ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി P. കബീറുദ്ദീൻ, ഇടമൺ VHSS PTA അംഗം K. അരുമരാജൻ എന്നിവർ പങ്കെടുത്തു. ലൈവ് വാർത്ത തെന്മല. പുനലൂർ നഗരസഭയിൽ നീർത്തട പദ്ധതി ഉദ്ഘാടനം ചെയ്തു. പത്തനാപുരം ബ്ലോക്ക് പഞ്ചായത്തുമായി ചേർന്നാണ് നഗരസഭ പദ്ധതി നടപ്പാക്കുന്നത്. കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ നീർത്തട സംരക്ഷണ പദ്ധതി സംസ്ഥാനത്ത് നടപ്പാക്കുന്ന ആദ്യ നഗരസഭയാണ് പുനലൂർ. പത്തനാപുരം ബ്ലോക്ക് പഞ്ചായത്തുമായി ചേർന്നാണ് ഇവിടെ പദ്ധതി നടപ്പാക്കുന്നത്. രൂക്ഷമായ കുടിവെള്ളക്ഷാമം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ പദ്ധതിയിലൂടെ കഴിയുമെന്നാണ് പ്രതീക്ഷ. 2,95,76,488 രൂപയാണ് പദ്ധതി ചെലവായി കണക്കാക്കുന്നത്. പുനലൂർ നഗരസഭയിലെ 30 വാർഡുകൾ പദ്ധതിയുടെ പരിധിയിൽ വരും. പുനലൂർ നഗരസഭാ കാര്യാലയത്തിന് സമീപം സംഘടിപ്പിച്ച ചടങ്ങ് പുനലൂർ MLA അഡ്വക്കേറ്റ് K. രാജു ഉദ്ഘാടനം ചെയ്തു. വാട്ടർഷെഡ് മേഖലയിൽ താമസിക്കുന്ന ബിലോ പോവർട്ടി ലൈനിലുള്ള ആളുകളെ സംബന്ധിച്ച് പറയുമ്പം അവർക്ക് ഒരു പരിധിവരെ ഒരു ചെറിയ സഹായം ലഭിക്കുന്നതിനും ഇട നൽകുന്നതാണ് ഈ വാട്ടർഷെഡ് പദ്ധതി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മുടെ ദേശീയ ഗവൺമെന്റ്, കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ്. അതിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ ഒരു ചെറിയ പങ്കാളിത്തം കൂടിയുണ്ട്. ഈ പദ്ധതി ഗ്രാമപ്രദേശങ്ങളിലെ ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക എന്നുള്ളതും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി കൂടുതൽ ഭക്ഷ്യോൽപാദനം ഉൽപ്പാദിപ്പിക്കുക അല്ലെങ്കിൽ ലക്ഷ്യമിടുക എന്നുള്ളതുമാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം.
നഗരസഭാ ചെയർപേഴ്സൺ രാധാമണി വിജയാനന്ദ് അധ്യക്ഷത വഹിച്ചു. പത്തനാപുരം BDO സൗമ്യ ഗോപാലകൃഷ്ണൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. നഗരസഭാ മുൻ വൈസ് ചെയർമാൻ S. ബിജു സ്വാഗതം പറഞ്ഞു. KLG ഗ്രൂപ്പുകളുടെ റിവോൾവിംഗ് ഫണ്ട് വിതരണം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് S. ജയമോഹൻ നിർവഹിച്ചു. മുൻ MLA-മാരായ PS. സുപാൽ, പുനലൂർ മധു, പിറവന്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. ജോസ്, വിളക്കുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജോസ് പ്രകാശ്, നഗരസഭാ കൌൺസിലർമാരായ D. ദിനേശൻ, വസന്ത രഞ്ജൻ, VP ഉണ്ണികൃഷ്ണൻ, ഗ്രേസി ജോൺ, ബീന ശാമുവൽ, വിമല ഗുരുദാസ്, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ K. ധർമ്മരാജൻ, C. അജയപ്രസാദ്, പ്രൊഫസർ D. ശശിധരൻ, M. ജലീൽ, ഷാജി ജാജി, B. രാധാമണി തുടങ്ങിയവർ സംസാരിച്ചു. ലൈവ് വാർത്ത, പുനലൂർ. അച്ചൻകോവിലിലെ ആദിവാസി മേഖലയിലേക്ക് പുതിയ ആംബുലൻസ് എത്തുന്നു. അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്താണ് 9 ലക്ഷം രൂപ മുടക്കി പുതിയ ആംബുലൻസ് എത്തിച്ചു നൽകുന്നത്. ആദിവാസികൾ ഏറെയുള്ള മേഖലയാണ് അച്ചൻകോവിൽ. ഈ വനമേഖലയിൽ എന്തെങ്കിലും അത്യാഹിതം സംഭവിച്ചാൽ ആശുപത്രിയിൽ എത്തിക്കാൻ വേണ്ടത്ര സൗകര്യമില്ലെന്നതാണ് ഇവിടുത്തുകാരുടെ ഏറ്റവും വലിയ പ്രശ്നം. ആംബുലൻസ് എത്തുന്നതോടെ ഈ പ്രശ്നത്തിന് പരിഹാരമാകും. അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ ആംബുലൻസ് ആണ് ബ്ലോക്ക് പഞ്ചായത്ത് അച്ചൻകോവിലുകാർക്ക് എത്തിച്ചു നൽകുന്നത്. ആംബുലൻസിന്റെ ഇന്ധന ചാർജും ഡ്രൈവർക്കുള്ള ശമ്പളവും വനം വകുപ്പും വനസംരക്ഷണ സമിതിയും ചേർന്ന് വഹിക്കുമെന്ന് ബ്ലോക്ക് പഞ്ചായത്തിനെ രേഖാമൂലം അറിയിച്ചു കഴിഞ്ഞു. ഫെബ്രുവരി 7-നാണ് ആംബുലൻസ് കൈമാറുക. ചടങ്ങിൽ KN ബാലഗോപാൽ MP, പുനലൂർ MLA അഡ്വക്കേറ്റ് K. രാജു എന്നിവർ പങ്കെടുക്കുമെന്നും അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KN വാസവൻ പറഞ്ഞു. അത് അച്ചൻകോവിൽ ആദിവാസി മേഖലയിലേക്കാണ് പ്രധാനമായി വാഹനം നമ്മൾ ഉപയോഗിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അതേസമയം എൻ്റെ കസ്റ്റോഡിയൻ കുളത്തുപ്പട CSC ആയിരുന്നു. അതുപോലെ അത് ആ വണ്ടിയുടെ ഡീസൽ വാങ്ങുന്നതും ഡ്രൈവർക്ക് ശമ്പളം കൊടുക്കുന്നതൊക്കെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വനസംരക്ഷണ സമിതിയുടെ ഫണ്ടിൽ നിന്ന് അവർ ഉപയോഗിച്ചുള്ളതെന്ന് പറഞ്ഞ് രേഖാപരമായി ബ്ലോക്ക് പഞ്ചായത്തിന് കത്ത് തന്നിട്ടുണ്ട്. 7-ാം തീയതി ആ വാഹനം ഔദ്യോഗികമായി ഈ മേഖലയ്ക്ക് നൽകുന്നതിനുള്ള ചടങ്ങ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ബാലഗോപാൽ MPയും പുനലൂർ MLA-യും ശ്രീ രാജ് സാർവതി പങ്കെടുക്കും. ലൈവ് വാർത്ത, ആര്യങ്കാവ്. നിയമപാലകരെ നോക്കുകുത്തിയാക്കി അമിതഭാരം കയറ്റി അതിർത്തി കടക്കുകയാണ് കച്ചിലോറികൾ. ചെക്ക് പോസ്റ്റ് അധികൃതരുടെ അനുമതിയോടെയാണ് ഈ നിയമലംഘനം. ലൈവ് വാർത്ത എക്സ്ക്ലൂസീവ്. ആര്യങ്കാവ് RTO ചെക്ക് പോസ്റ്റിലൂടെയാണ് കച്ചി ലോറികൾ നിയമം ലംഘിച്ച് അമിത ലോഡുമായി അതിർത്തി കടക്കുന്നത്. ഇത്തരത്തിലുള്ള ലോറികൾ ചെക്ക് പോസ്റ്റിൽ സ്ഥാപിച്ചിട്ടുള്ള വേ ബ്രിഡ്ജിൽ കയറ്റി അമിതമായ ലോഡിനുള്ള പിഴ ഈടാക്കണമെന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ നിയമം. എന്നാൽ കച്ചി ലോറികൾക്ക് ഇത് ബാധകമല്ലാത്ത മട്ടാണ്. തമിഴ്നാട്ടിൽ നിന്നും എത്തുന്ന കച്ചി ലോറികൾ വേ ബ്രിഡ്ജിൽ കയറാതെ ദേശീയപാതയിലൂടെ കടന്നുപോകുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം ലൈവ് വാർത്തയുടെ ക്യാമറ കണ്ണുകൾക്ക് കാണാൻ കഴിഞ്ഞത്. റോഡിൽ പരിശോധനയ്ക്കായി നിന്നിരുന്ന വെഹിക്കിൾ ഇൻസ്പെക്ടറെയും ദൃശ്യങ്ങളിൽ കാണാം. പകൽ സമയങ്ങളിൽ കച്ചി ലോറികൾക്ക് റോഡിലിറങ്ങാൻ അനുമതിയില്ല. അതുകൊണ്ട് തന്നെ രാത്രികാലങ്ങളിലെത്തുന്ന കച്ചി ലോറികളുടെ നിയമലംഘനങ്ങൾ ആരും ശ്രദ്ധിക്കാറുമില്ല, പ്രത്യേകിച്ച് ചെക്ക് പോസ്റ്റ് അധികൃതർ. RTO ചെക്ക് പോസ്റ്റിലെ ജീവനക്കാർക്ക് കൈക്കൂലി നൽകിയാണ് ഈ നിയമലംഘനം. ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഋഷിരാജ് സിംഗിന്റെ ഭരണകാലയളവിൽ ഇത്തരം നിയമലംഘനങ്ങൾക്ക് ഒരു പരിധിവരെ കുറവുണ്ടായിരുന്നു അത്രേ. നിലവിൽ കമ്മീഷണർ മാറിയ സാഹചര്യത്തിൽ കാര്യങ്ങൾ വീണ്ടും പഴയപടിയിലായിരിക്കുകയാണ്. വീണ്ടും ചാകരക്കാലം എത്തിയെന്നാണ് ചെക്ക് പോസ്റ്റ് അധികൃതർക്കിടയിലെ കൊച്ചുവർത്തമാനം. ലൈവ് വാർത്ത, തെന്മല. പത്തനാപുരം പട്ടണത്തിലെ ഹൈമാസ് ലൈറ്റ് കണ്ണടച്ച് ആഴ്ചകൾ കഴിഞ്ഞിട്ടും അനക്കമില്ലാതെ അധികൃതർ. പത്തനാപുരം ബ്യൂറോയുടെ റിപ്പോർട്ട്. നഗരഹൃദയത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന ഹൈമാസ് ലൈറ്റ് സാങ്കേതിക തകരാർ മൂലം പ്രകാശിക്കാതായി ആഴ്ചകൾ പിന്നിട്ടിട്ടും തകരാർ പരിഹരിക്കാൻ അധികൃതർ തയ്യാറാകാത്തത് പ്രതിഷേധങ്ങൾക്ക് വഴിതെളിച്ചിരിക്കുകയാണ്. കൊടിക്കുന്നിൽ സുരേഷ് MPയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും 4,85,000 രൂപ ചെലവഴിച്ചാണ് ഹൈമാസ് ലൈറ്റ് ഇവിടെ സ്ഥാപിച്ചത്. ലൈറ്റിന്റെ അറ്റകുറ്റപ്പണികളുടെ ചുമതല ഗ്രാമപഞ്ചായത്തിനാണ്. കഴിഞ്ഞ കുറെ മാസങ്ങളായി 2 വശങ്ങളിലെ ബൾബുകൾ മാത്രമേ പ്രകാശിച്ചിരുന്നുള്ളൂ. പിന്നീട് ഇവയും അണഞ്ഞതോടെ നഗരമധ്യം പൂർണ്ണമായും ഇരുട്ടിലായി. ലൈറ്റ് പൂർണ്ണമായി പ്രകാശിക്കാതായതോടെ ഏറെ ബുദ്ധിമുട്ടിലായത് പുലർച്ചെ എത്തുന്ന പത്രവിതരണക്കാരും കാർഷിക ഉൽപ്പന്നങ്ങൾ വിൽക്കാനെത്തുന്നവരും ദീർഘദൂര യാത്രക്കാരുമൊക്കെയാണ്. വെളിച്ചമില്ലാതായതോടെ നഗരം കേന്ദ്രീകരിച്ച് സാമൂഹ്യവിരുദ്ധരുടെ ശല്യവും വർദ്ധിച്ചിട്ടുണ്ട്. ദീർഘദൂര യാത്രികരായ സ്ത്രീകൾ ഭയത്തോടെയാണ് ഇരുട്ടുകൂടിയ ഈ പ്രദേശത്ത് ബസ് കാത്തു നിൽക്കുന്നത്. യഥാസമയം അറ്റകുറ്റപ്പണികൾ നടത്താത്തതാണ് ലൈറ്റ് തകരാറിലാകാൻ കാരണം. എത്രയും പെട്ടെന്ന് തകരാർ പരിഹരിക്കണമെന്നാണ് പൊതുജനത്തിന്റെ ആവശ്യം. ലൈവ് വാർത്ത, പത്തനാപുരം. കാര്യറ പീഡികയിൽ ഭഗവതി ക്ഷേത്രത്തിലെ 10ാമത് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കമായി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അസിസ്റ്റന്റ് കമ്മീഷണർ സുധീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രസന്നിധിയിൽ ഒരുക്കിയിട്ടുള്ള യജ്ഞശാലയിൽ തന്ത്രി കോക്കുളത്തുമഠത്തിൽ മാധവരി ശംഭു പോറ്റി ഭദ്രദീപം കൊളുത്തി. നാമജപങ്ങൾ കൊണ്ടാണ് ക്ഷേത്രങ്ങൾക്ക് പ്രാധാന്യം ഉണ്ടാകേണ്ടത് എന്ന് പറയുന്നത്. ഓരോ യുഗത്തിലും ഓരോ തരത്തിലുള്ള ഈശ്വരാരാധനാ സമ്പ്രദായങ്ങളാണ് ഉണ്ടായിരുന്നത്. അതിൽ തന്നെ കലികാലത്തില്
നാമജപം കൊണ്ടാണ് പ്രാധാന്യം ഉണ്ടാവേണ്ടത്. ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്നു, ശ്രവണം കീർത്തനം വിഷ്ണു സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യമാത്മനിവേദനം. സ്വാമിനി ദേവി ജ്ഞാനാഭനിഷ്ഠ, ഉപദേശക സമിതി പ്രസിഡന്റ് ദിലീപ് കുമാർ, സെക്രട്ടറി കെ രാധാകൃഷ്ണൻ, സബ് ഗ്രൂപ്പ് ഓഫീസർ ഇൻചാർജ് സുഷമ, ക്ഷേത്ര മേൽശാന്തി അനീഷ് വാസുദേവൻ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായി. തിരുവനന്തപുരം ശ്രീധര വൈദിക മഠം ദിലീപ് വാസവനാണ് യജ്ഞാചാര്യൻ. 27-ന് രുക്മിണി സ്വയംവരം നടക്കും. സപ്താഹ ദിനങ്ങളിൽ യജ്ഞശാലയിൽ വിശേഷാൽ പൂജകളും ഉണ്ടാകും. 29-ന് സപ്താഹം സമാപിക്കും. ക്ഷേത്രത്തിലെ രോഹിണി മകൈരം തിരുവാതിര മഹോത്സവം ജനുവരി 30, 31, ഫെബ്രുവരി 1 തീയതികളിൽ നടക്കും. ഉത്സവത്തിന്റെ ഭാഗമായി ഉരുൾനേർച്ച, ഉത്സവഘോഷയാത്ര, വിവിധ കലാപരിപാടികൾ എന്നിവയും നടക്കും. ലൈവ് വാർത്ത പത്രാപുരം. ഏനാതിമംഗലം ഗ്രാമപഞ്ചായത്തിലെ മാവിള നെടുമ്പേലിയിൽ കാവുംതല ഏലാകളുടെ നവീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. കേരള ലാൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ സഹായത്തോടെയാണ് പദ്ധതികൾ നടപ്പിലാക്കുന്നത്. 92.35 ലക്ഷം രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് ഏലായിൽ നടക്കുന്നത്. കനാലുകളുടെ പാർശ്വഭിത്തി സംരക്ഷണം, ബണ്ടുകൾ, കലങ്ങുകൾ എന്നിവ നിർമ്മിക്കും. പദ്ധതി പ്രകാരം 100 ഹെക്ടർ സ്ഥലം കൃഷിക്കായി മാറ്റിവെക്കും. നെൽകൃഷി, പച്ചക്കറി കൃഷി, അടിസ്ഥാന സൗകര്യ വികസനം എന്നീ ലക്ഷ്യങ്ങളോടെയാണ് KLDC പദ്ധതികൾ നടപ്പിലാക്കുന്നത്. മാവിള ജംഗ്ഷനിൽ വെച്ച് നടന്ന ചടങ്ങിൽ KLDC ചെയർമാൻ ബെന്നി കക്കാട് അധ്യക്ഷനായി. റവന്യൂ മന്ത്രി അടൂർ പ്രകാശ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഈ ആധുനിക കാലഘട്ടത്തിൽ ആധുനികമായ സംവിധാനങ്ങൾ വിനിയോഗിച്ചുകൊണ്ട് കാർഷിക മേഖലയുടെ പുരോഗതി ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനം മുമ്പോട്ട് കൊണ്ടുപോവുകയും അതിലൂടെ കാർഷിക ഉൽപ്പാദനം വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുകയും അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിക്കാതെ സ്വയം പര്യാപ്തതയിൽ നമുക്ക് കാർഷിക വിളകളുടെ കാര്യത്തിൽ സ്വയം പര്യാപ്തതയിൽ എത്തിച്ചേരുക എന്ന ബൃഹത്തായ ഉദ്ദേശ ലക്ഷ്യത്തോടെയാണ് ആന്റോ ആന്റണി MP മുഖ്യപ്രഭാഷണം നടത്തി. ഏനാതിമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അരുൺ രാജ്, P വിജയമ്മ, S സജിത, RB രാജീവ് കുമാർ, സജി S മാരൂർ, അഡ്വക്കേറ്റ് B ഭാനുദേവൻ, റെജി പൂവറ്റൂർ, ചന്ദ്രഭാനു, NK സതികുമാർ, S കുമാരി എന്നിവർ സംസാരിച്ചു. ലൈവ് വാർത്ത പത്തനാപുരം. ബാർക്കോഴ വിവാദത്തിലകപ്പെട്ട KM മാണി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് BJP പ്രവർത്തകർ പുനലൂരിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി. ബാർക്കോഴ വിവാദത്തിൽ അകപ്പെട്ട KM മാണി നാണമുണ്ടെങ്കിൽ രാജിവെക്കണമെന്നും KM മാണിയുടെ രാജി ഉമ്മൻചാണ്ടി ആവശ്യപ്പെടാത്തത് മാണിയുടെ പങ്കുപറ്റിയതുകൊണ്ടാണെന്നും BJP കൊല്ലം ജില്ലാ കമ്മിറ്റി അംഗം ആലഞ്ചേരി വിജയൻ അഭിപ്രായപ്പെട്ടു. BJP പുനലൂരിൽ സംഘടിപ്പിച്ച പന്തംകുളത്തി പ്രകടനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. KM മാണിയെ എന്തുകൊണ്ട് മുഖ്യമന്ത്രി രക്ഷിക്കുന്നു എന്ന് ചോദിച്ചാൽ KM മാണിയോടുള്ള താല്പര്യം കൊണ്ടല്ല, മറിച്ച് സ്വന്തം താല്പര്യം കൊണ്ട് മാത്രമാണ് എന്നുള്ള കാര്യം വ്യക്തമാകും. ഒരുപക്ഷേ KM മാണി കുറ്റവാളിയാണെന്ന് തെളിഞ്ഞാൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പോലുള്ള അനേകം കാര്യങ്ങൾ പുറത്തു വരും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. അതുകൊണ്ടാണ് KM മാണിയെ രക്ഷിക്കുവാനായി ഈ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി എല്ലാവിധ സാമാന്യ മര്യാദകളെയും പൊതു മര്യാദകളെയും ധർമ്മത്തെയും ലംഘിച്ചുകൊണ്ട് ഈ ഒരു സംരംഭത്തിലേക്ക് ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. ബാർക്കോഴ വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ ധനകാര്യമന്ത്രി KM മാണി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാനത്ത് BJP സംഘടിപ്പിച്ച പന്തംകൊളുത്തി പ്രകടനത്തിന്റെ ഭാഗമായാണ് പുനലൂർ മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുനലൂരിൽ പന്തംകൊളുത്തി പ്രകടനം സംഘടിപ്പിച്ചത്. TB ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രകടനം ടൗൺ ചുറ്റി KSRTC ജംഗ്ഷനിൽ സമാപിച്ചു. തുടർന്ന് ചേർന്ന ധർണയ്ക്ക് BJP പുനലൂർ വെസ്റ്റ് ഏരിയ പ്രസിഡന്റ് അജിത് ആരംപുന അധ്യക്ഷത വഹിച്ചു. വെസ്റ്റ് ഏരിയ സെക്രട്ടറി ബിനു മംഗലശ്ശേരി സ്വാഗതം പറഞ്ഞു. മഹിളാ മോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റ് ബിനു സുദേവ്, അനീഷ് അഷ്ടമംഗലം, കാവിൽ പ്രസാദ്, കാർത്തിക് ശശി, P മുരുകൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പുനലൂർ. ആര്യങ്കാവ് ഗ്രാമപഞ്ചായത്തിലെ പ്രവർത്തനരഹിതമായ സ്വകാര്യ മൊബൈൽ ടവറുകൾ പ്രവർത്തന സജ്ജമാക്കാൻ തീരുമാനമായി. ആര്യങ്കാവിൽ ചേർന്ന വികസന സമിതി യോഗത്തിൽ MP, MLA എന്നിവരുടെ സാന്നിധ്യത്തിലാണ് കളക്ടർ തീരുമാനമെടുത്തത്. അമ്പനാട്ടിലെ സ്വകാര്യ മൊബൈൽ ടവറുകൾ പ്രവർത്തനരഹിതമായത് ലൈവ് വാർത്ത നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇക്കാര്യം ശ്രദ്ധയിൽപ്പെട്ട പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മാമ്പഴത്തറ സലീമാണ് വെള്ളിയാഴ്ച ആര്യങ്കാവിൽ ചേർന്ന വികസന സമിതി യോഗത്തിൽ ഇക്കാര്യം അവതരിപ്പിച്ചത്. MPയും MLAയും ജില്ലാ കളക്ടറും പങ്കെടുത്ത യോഗത്തിലാണ് ഇദ്ദേഹം ഈ പ്രശ്നം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. ജനറേറ്റർ ഉപയോഗിച്ചായിരുന്നു ടവറിന്റെ പ്രവർത്തനം. ഇടയ്ക്കിടെയുണ്ടാകുന്ന ഇതിന്റെ തകരാറാണ് ടവറിന്റെ പ്രവർത്തനം നിലയ്ക്കാൻ കാരണം. ടവറിലേക്ക് വൈദ്യുതി എത്തിച്ച് പ്രവർത്തനക്ഷമമാക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് MP NK പ്രേമചന്ദ്രൻ യോഗത്തിൽ ഉറപ്പു നൽകി. ഇതിനായി ടെലികോം മന്ത്രാലയവുമായി ബന്ധപ്പെടാൻ ജില്ലാ കളക്ടറെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. ലൈവ് വാർത്ത ആര്യങ്കാവ്. ചിതറ ഗ്രാമപഞ്ചായത്തിലെ അമ്പലമുക്ക് ഐരക്കുഴി റോഡ് നിർമ്മാണത്തിൽ അപാകതയുള്ളതായി ആരോപണം. നിലവിലെ ടാർ റോഡ് പൊളിച്ചു നീക്കി അതിനു മുകളിലാണ് ഇപ്പോൾ കോൺക്രീറ്റ് നടത്തുന്നത്.
വർഷങ്ങളായി തകർന്നുകിടക്കുന്ന റോഡിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ ദിവസമാണ് ആരംഭിച്ചത്. കഴിഞ്ഞ പദ്ധതി കാലയളവിൽ ടാർ ചെയ്തിരുന്ന റോഡ് പൂർണ്ണമായും തകർന്നിരുന്നു. ടാറിംഗ് പ്രയോജനപ്രദമല്ലെന്ന് കണ്ടെത്തിയതോടെയാണ് കോൺക്രീറ്റ് ചെയ്യാൻ തീരുമാനിച്ചത്. എന്നാൽ അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇവിടെ നടക്കുന്നതെന്നാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ആരോപണം. JCB ഉപയോഗിച്ച് ഇളക്കിയ റോഡിന്റെ ഭാഗങ്ങളിൽ എസ്റ്റിമേറ്റിൽ പറഞ്ഞിരിക്കുന്നതിനേക്കാൾ കുറഞ്ഞ അളവിൽ കോൺക്രീറ്റ് മിശ്രിതം ഉപയോഗിച്ചാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതെന്നാണ് പ്രധാന ആരോപണം. ശരിയായ വിധത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയില്ലെങ്കിൽ റോഡ് വീണ്ടും തകരാൻ സാധ്യതയുണ്ടെന്ന് പ്രദേശവാസികൾ ചൂണ്ടിക്കാണിക്കുന്നു. നിർമ്മാണത്തിലെ മെറ്റലിന്റെ അളവിലും കൃത്രിമം കാട്ടുന്നതായും ആക്ഷേപമുണ്ട്. ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിയിൽപ്പെട്ട ഈ റോഡിന്റെ ടാറിംഗ് ജോലികൾ ഇതിനു മുൻപും വിവാദമായിരുന്നു. ലൈവ് വാർത്ത കടക്കൽ. എലിക്കാട്ടൂർ പാലത്തിനും പിടവൂർ കിഴക്കേതെരുവ് റോഡിനുമായി 11,75,00,000 രൂപയുടെ ഭരണാനുമതി ലഭിച്ചതായി പത്തനാപുരം MLA KB ഗണേഷ് കുമാർ. പിറവന്തൂർ വിളക്കുടി പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിച്ച് കല്ലടയാറിന് കുറുകെ എലിക്കാട്ടൂരിൽ പാലം നിർമ്മിക്കണമെന്ന ജനകീയ ആവശ്യത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. പത്തനാപുരത്തു നിന്നും പുനലൂരിലേക്ക് എത്താനുള്ള എളുപ്പമാർഗവുമാണിത്. എലിക്കാട്ടൂരിൽ പാലം നിർമ്മിക്കാനുള്ള പണം അനുവദിച്ച് ഉത്തരവാക്കിയിരുന്നു. നബാർഡിൽ നിന്നാണ് പണം അനുവദിച്ചിരിക്കുന്നത്. 5,17,00,000 രൂപയാണ് പാലത്തിൻ്റെ കോസ്റ്റ് വരുന്നത്. ഈ പണം നബാർഡിൽ നിന്ന് അനുവദിപ്പിച്ചിട്ടുണ്ട്. വളരെയധികം കഷ്ടപ്പാടുകളുടെ ഒടുവിലാണ് സാധിച്ചെടുക്കാൻ കഴിഞ്ഞത്. പുറവന്തൂർ പഞ്ചായത്തിനെയും വിളക്കുടി പഞ്ചായത്തിനെയും ബന്ധിപ്പിച്ചുകൊണ്ട് പുനലൂരേക്ക് പോകാനുള്ള ഏറ്റവും നീളം കുറഞ്ഞ പാത 4.5 കിലോമീറ്ററോളം ലാഭിക്കാൻ കഴിയുന്ന ഒരു പാതയാണ് വരുന്നത്. പുറവന്തൂർ പഞ്ചായത്തിൻ്റെയും വിളക്കുടി പഞ്ചായത്തിൻ്റെയും പ്രത്യേകിച്ച് കാര്യറ ഭാഗത്തിൻ്റെ വികസനത്തിൽ വലിയ പങ്ക് വഹിക്കുന്ന ഒരു വികസന നേട്ടമായിരിക്കും എലിക്കാട്ടൂർ പാലം. കൊട്ടാരക്കരയെ പത്തനാപുരവുമായി ബന്ധിപ്പിക്കുന്ന പിടവൂർ കിഴക്കേതെരുവ് റോഡ് ദേശീയ നിലവാരത്തിൽ നവീകരിക്കാനായി 6.58 കോടി രൂപയാണ് നബാർഡ് അനുവദിച്ചിരിക്കുന്നത്. എലിക്കാട്ടൂരിലെ പാലം നിർമ്മാണം പൂർത്തിയാകുന്നതോടെ കല്ലടയാറിന് കുറുകെയുള്ള 5ാമത്തെ പാലമാകും തന്റെ പ്രയത്നത്താൽ പൂർത്തിയാവുകയെന്ന് പത്തനാപുരം MLA KB ഗണേഷ് കുമാർ പറഞ്ഞു. പിടവൂരിൽ നിന്ന് പണി ആരംഭിക്കും. 658 ലക്ഷം രൂപ നബാർഡിൽ നിന്ന് തന്നെ അനുവദിച്ചിട്ടുണ്ട്. തലൂർ പഞ്ചായത്തിന്റെ ഹൃദയഭാഗത്തുകൂടി കടന്നു പോകുന്ന മെയിൻ റോഡാണ്. കൊട്ടാരക്കരയിൽ നിന്ന് പത്തനാപുരത്തേക്ക് വരാനുള്ള ഏറ്റവും സൗകര്യപ്രദമായ റോഡായി മാറും. 2-3 കഴിഞ്ഞ് ഇത് 1ാം ഘട്ടമാണ്. 2-3 കഴിഞ്ഞ് കുരാ പാലത്തിനിപ്പുറം വരെ അടുത്ത് വരെ വരും. കാരണം ഇതിൻ്റെ 7.5 കോടി രൂപയാണ് തരാമെന്ന് സമ്മതിച്ചിരുന്നത്. പക്ഷെ പിന്നീട് ചില ഇടപെടലുകൾ നടത്തി അവർ വെട്ടിക്കുറച്ചിരിക്കുകയാണ്. എന്നിട്ട് പോലും 558 അനുവദിച്ചിട്ടുണ്ട്. ലൈവ് വാർത്ത പത്തനാപുരം. ചിതറ ഗ്രാമപഞ്ചായത്തിലെ വിധവകളുടെ മക്കൾക്കുള്ള വിവാഹ ധനസഹായം വിതരണം ചെയ്തു. അപേക്ഷ നൽകിയവരിൽ നിന്നും തെരഞ്ഞെടുത്തവർക്ക് 30,000 രൂപയാണ് വിതരണം ചെയ്തത്. അപേക്ഷ നൽകിയവരിൽ നിന്നും അർഹരായവർക്കാണ് ആദ്യഘട്ടം സഹായം നൽകിയിരിക്കുന്നത്. 30,000 രൂപ വരെയാണ് വിവാഹ ധനസഹായം. ചിതറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S മുരളീധരൻ നായർ ധനസഹായം വിതരണം ചെയ്തു. എല്ലാ വിധവകളായ സഹോദരിമാരെയും വീടുകളിൽ ചെന്ന് അവരെ ഫാറം വാങ്ങിച്ച് ഇവിടെ അദാലത്ത് നടത്തി എല്ലാവരെയും കൊണ്ട് സമ്മതിച്ച് ഗവൺമെന്റിൽ അയച്ച് എല്ലാ ഓണത്തിന് ഒരു 4,000-3,800 രൂപ വെച്ച് എല്ലാ വീടുകളിലേക്ക് അടുത്ത സെക്ഷനിലുള്ള ഗ്രാമവാസികൾ. സെക്രട്ടറി സുരേഷ് കുമാർ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തലവരമ്പ് അൻസർ, പഞ്ചായത്ത് അംഗം പേഴുമൂട് സണ്ണി, ക്ലർക്ക് ബിനു എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായി. ലൈവ് വാർത്ത കടക്കൽ. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്രം ജുവല്ലേഴ്സ് പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പവിത്രം ജുവല്ലേഴ്സ് പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. പ്രധാന വാർത്തകൾ വീണ്ടും. MPക്കെതിരെ MLA വികസന യോഗത്തിന്റെ സമയം NK പ്രേമചന്ദ്രൻ MP തീരുമാനിച്ചത് തന്നിഷ്ടപ്രകാരമെന്ന് പുനലൂർ MLA അഡ്വക്കേറ്റ് K രാജു. മാണിയുടെ രാജി ആവശ്യം ശക്തം. പുനലൂരിൽ BJP പ്രവർത്തകരുടെ പന്തം കൊളുത്തി പ്രകടനം. നിയമം കാറ്റിൽ പറത്തി കച്ചിലോറികൾ അതിർത്തി കടക്കുന്നു. നിയമലംഘനത്തിന് കുടപിടിക്കുന്നത് നിയമപാലകർ തന്നെ. ലൈവ് വാർത്ത എക്സ്ക്ലൂസീവ്. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കുമായി ഞങ്ങളുടെ വെബ്സൈറ്റ് www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം.